വെളുപ്പിന് സമയം 3:30 ആയിട്ടുണ്ട്. ഈ സമയത്ത് എന്താ ഞാൻ ഇവിടെ നിൽക്കണേന്നല്ല നിങ്ങളിപ്പോൾ ചിന്തിക്കുക. അങ്ങനെ ഫൈനലി നമ്മൾ പുള്ളോത്തിയുടെ സ്ഥലത്തേക്ക് പോവാണ്. പുള്ളോത്തി എന്ന് പറഞ്ഞപ്പോൾ മിക്കവർക്കും മനസ്സിലായിട്ടുണ്ടാവും, വേറെ എവിടെ അല്ല, നമ്മുടെ കോഴിക്കോടാണ് നമ്മൾ പോകാൻ പോകുന്നത്. അപ്പോൾ ഒരു കോഴിക്കോട് വ്ളോഗ് എന്ന് തന്നെ പറയാം. അപ്പോൾ രാവിലെ തന്നെ വീട്ടിൽ നിന്ന് തിരിച്ചിട്ടുണ്ടായിരുന്നു കോഴിക്കോടേക്ക്. അത്യാവശ്യം കുറേ ട്രാവൽ ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇന്ന് ഞാൻ കോഴിക്കോട് പോകാൻ പോകുന്നത്. കുറേ വീഡിയോസിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ടെന്നല്ലാണ്ട് ഇതുവരെ കോഴിക്കോട് പോയിട്ടില്ല. മെയിനായിട്ട് ഞാനൊരു പുള്ളോത്തി ഫാനാണ്. അങ്ങനെ പോകണമെന്ന് വിചാരിച്ചൊരു സ്ഥലമാണ് കോഴിക്കോട്. എനിക്ക് അവരെ നേരിട്ട് കാണണമെന്ന് നല്ല ആഗ്രഹമുണ്ട്, പക്ഷെ നടക്കുമെന്നൊന്നും അറിയില്ല. എന്തായാലും നമുക്ക് എവിടെയെങ്കിലുമൊക്കെ വെച്ച് കാണാം. അങ്ങനെ കുറേ ട്രാവൽ ചെയ്ത് നമ്മൾ കോഴിക്കോട് എത്തിയിരിക്കുകയാണ്. അപ്പോൾ ആദ്യത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കലാണ്. ബിഗ് ബോസ് താരങ്ങളും അതേപോലെ തന്നെ ഫേമസ് ആയിട്ടുള്ള കുറേ ആൾക്കാർ വന്നിട്ടുള്ള ഒരു സ്പോട്ടിലേക്കാണ് ഇന്ന് നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് പോകുന്നത്. വേറെ എവിടെയല്ല, നമ്മുടെ ചന്ദ്രൻചേട്ടൻ്റെ ചായക്കടയിലാണ് ഇന്ന് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് പോകുന്നത്. ഒരു കുഞ്ഞു ഇടവഴി കൂടെയൊക്കെയാണ് ഈ ഒരു സ്പോട്ടിന്റെ ലൊക്കേഷൻ വന്നിട്ടുള്ളത്. കുറച്ചൊന്ന് നടക്കാനുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ചന്ദ്രൻചേട്ടൻ്റെ ചായക്കട. അത്യാവശ്യം നല്ല രീതിക്ക് തിരക്കുണ്ട്. സീറ്റ് കിട്ടാൻ വേണ്ടി കുറച്ചധികം വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരു വാഴലൊക്കെ വിരിച്ച് നല്ല ചൂട് കപ്പപ്പുഴുക്കും മീൻ പൊള്ളിച്ചതും മീൻചാറൊക്കെ ആയിട്ടുള്ള ഒരു കിഡിലൻ ഫുഡായിരുന്നു. ഈ ഒരു സ്പോട്ടിന്റെ ലൊക്കേഷൻ വന്നിട്ട് ഗൂഗിൾ മാപ്പിൽ ഉണ്ട് കേട്ടോ. അപ്പൊ എല്ലാവരും മസ്റ്റ് ആയിട്ടും പോകേണ്ട ഒരു കിഡിലൻ സ്പോട്ട് തന്നെയാണിത്. അടിപൊളി ഫുഡാണ്. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് നമ്മൾ നേരെ പോകാൻ പോകുന്നത് നമ്മുടെ സ്വന്തം SM സ്ട്രീറ്റിലേക്കാണ്. ഞാൻ SM സ്ട്രീറ്റിന്റെ ഇഷ്ടം പോലെ വീഡിയോസ് ഒക്കെ കണ്ടിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് ഇഷ്ടം പോലെ ഷോപ്പൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റി. അങ്ങനെ കുറേ ഷോപ്പിലൊക്കെ കയറി കുറച്ച് സംഭവങ്ങളൊക്കെ ഒന്ന് പർച്ചേസ് ചെയ്തു. അങ്ങനെ ഫൈനലി നമ്മുടെ പർച്ചേസിംഗ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞു വന്നപ്പോൾ ഒരു ഉച്ച ആയിട്ടുണ്ട്. നല്ല വെയിലാണ്, നല്ല രീതിക്ക് ടാനൊക്കെ അടിച്ചിട്ടുണ്ട്. ഇനി നമ്മുടെ പുള്ളോത്തിയുടെ വീഡിയോ കണ്ടിട്ട് നമ്മുടെ കോഴിക്കോടിലെ നമ്പർ 1 ബിരിയാണി ഷോപ്പിലേക്കാണ് വന്നിട്ടുള്ളത്. നമ്മുടെ കുട്ടിച്ചിറ ബിരിയാണിയാണ്. ഞാൻ കുറേ വീഡിയോസൊക്കെ കണ്ടിട്ടുണ്ട് ഈ ഒരു ബിരിയാണിയുടെ. കുറേ പേര് റിവ്യൂ പറയുന്നത്. എന്തായാലും മസ്റ്റ് ട്രൈ ബിരിയാണി തന്നെയാണ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഒരു വെറൈറ്റി ടേസ്റ്റ് ആണ്. പിന്നെ അപ്പുറത്തെ ഷോപ്പിൽ നിന്ന് ഒരു ഐസ്ക്രീമും ഗ്രേപ്പ് ജ്യൂസൊക്കെ കുടിച്ച് നമ്മൾ നേരെ കോഴിക്കോട് ബീച്ചിലേക്ക് വിട്ടിട്ടുണ്ട്. നല്ല പൊള്ളുന്ന വെയിലത്ത് ബീച്ചിൽ ഇറങ്ങി കളിക്കുന്നത് ഒരു വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആണ്. നല്ല രീതിക്ക് ടാനൊക്കെ അടിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ബീച്ചിൽ വെച്ച് ഞങ്ങൾക്കൊരു ചലഞ്ചൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ചലഞ്ചൊക്കെ ചെയ്ത് ഞങ്ങൾ പിന്നെ ബീച്ചിലടുത്തായിട്ട് തന്നെ ഒരു റൂമൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവിടെ നിന്ന് കുറച്ചധികം നേരം റെസ്റ്റ് ഒക്കെ എടുത്ത് ഒന്ന് ഫ്രഷ് ഒക്കെ ആയപ്പോഴത്തേനും വൈകുന്നേരം ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഫുഡ് എക്സ്പ്ലോർ ചെയ്യാൻ പോവാണ് ബീച്ചിൽ. ആദ്യം തന്നെ ഉപ്പിലിട്ടതിന്ന് സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ മാങ്ങയും നെല്ലിക്കൊക്കെ കഴിച്ച് അങ്ങോട്ട് സ്റ്റാർട്ടപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി നെക്സ്റ്റ് നമ്മൾ ഐസ് ചുരണ്ടിയതാണ് കഴിക്കാൻ പോകുന്നത്. നമ്മുടെ കോഴിക്കോടിലെ മെയിൻ സാധനമാണല്ലോ നമ്മുടെ ഐസ് ചുരണ്ടിയത്. അങ്ങനെ ഒരു ഷുഗർ ഐസ് ചുരണ്ടിയത് അങ്ങോട്ട് ഓർഡർ ചെയ്തു. അങ്ങനെ അതും കഴിച്ചു. അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. പിന്നെ കുറച്ച് നേരം നമ്മൾ കാറ്റൊക്കെ അങ്ങോട്ട് കൊണ്ടു ബീച്ചിലെ. പിന്നെ കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്ത് നമ്മൾ അടുത്ത ഫുഡ് എക്സ്പ്ലോർ ചെയ്യാൻ പോവുകയാണ്. ഫസ്റ്റത്തെ നമ്മുടെ കോഴിക്കോട് സ്പെഷ്യൽ കല്ലുമ്മക്കായ് ഫ്രൈ ആണ്. അങ്ങനെ അത് കഴിച്ചിട്ടുണ്ടായിരുന്നു. ഇനി സെക്കൻഡ് സംഭവം എന്ന് പറഞ്ഞാൽ എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള കാടമുട്ട ഫ്രൈ ആണ്. കോഴിക്കോടിലൊരു സ്പെഷ്യൽ ടേസ്റ്റ് ആണ്. നെക്സ്റ്റ് വന്നിട്ട് നമ്മുടെ കല്ലുമ്മക്കായ് നിറച്ചത് അടിപൊളിയായിരുന്നു. കോഴിക്കോട് വന്നാൽ എന്തായാലും ട്രൈ ചെയ്യണമെന്ന് വിചാരിച്ച ഒരു സംഭവമാണ് കൂന്തൽ നിറച്ചത്. എന്തായാലും അടിപൊളിയായിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഫൈനലി മാങ്ങ ഉപ്പിലിട്ടതും കൂടി കഴിച്ച് നമ്മൾ വൈൻഡപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് നേരം നമ്മൾ ബീച്ചിലൊക്കെ ഒന്ന് സ്പെൻഡ് ചെയ്തു. അപ്പോൾ ഇന്നത്തെ കോഴിക്കോട് വ്ളോഗ് ഇത്രേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ ഇതിനു മുമ്പ് കോഴിക്കോട് പോയിട്ടുണ്ടോ എന്നൊന്ന് കമൻറ്റ് ചെയ്യുക. വീഡിയോ ലൈക്ക് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ.